അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിസിഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, Decision Support System DSS are information tool designed to aid business in making complex choices that demand careful consideration, deliberation and subsequent action. എന്താണ് പറഞ്ഞത്? DSS എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ടൂൾ ആണ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തത്? ടു എയ്ഡ്, അത് എന്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട? ബിസിനസിനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചോയ്സ് ദാറ്റ് ഡിമാൻഡ് കെയർഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ വേണ്ട, ഡെലിബറേറ്റ് ആയിട്ട് സബ്സീക്വന്റ് ആക്ഷൻസ് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ടൂളാണ് DSS എന്ന് പറയുന്നത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ, ആ ഡാറ്റ എന്ത് ചെയ്യാണ്? ഇറ്റ് ഹെൽപ്പ് വിത്ത് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ആ ഡാറ്റ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രോബ്ലം സോൾവ് അല്ലെങ്കിൽ ഡിസിഷൻ സോൾവ് ചെയ്യുന്നതിന് അതിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് വാല്യുബിൾ അസിസ്റ്റൻസ് ടു ആൻ ഓർഗനൈസേഷൻ, മിഡിൽ ആൻഡ് അപ്പർ മാനേജ്മെന്റ്. ഈ ഒരു ഡിസിഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് മിഡിലും അപ്പർ മാനേജ്മെന്റ് ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതാണ് DSS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഗാദർ ആൻഡ് അനലൈസ് ഡാറ്റ ടു പ്രൊവൈഡ് ത്രൂ ഔട്ട് ദ ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഒരു നല്ല തറോ ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡാറ്റ അനാലിസിസ്, ദ DSS പർപ്പസ് ടു gather it which distinct from the way of other process of application work. മറ്റുള്ള ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ DSS യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് യൂട്ടിലൈസ് എ DSS ടു gather data and produce report that managers may use to make decision. അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യുക? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്തായിരിക്കും? ഇത് DSS യൂസ് ചെയ്യുക, ഡിസിഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻസ് കാര്യം ഗാദർ ചെയ്യും, അതിനനുസരിച്ച് റിപ്പോർട്ട് തരാം. ഇത് മാനേജ്മെന്റ് എന്താണ്? ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റിയൽ ടൈമിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് DSSന്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. And this may be especially helpful for business that employ just-in-time JIT inventory management, just-in-time inventory management ഉണ്ട് അല്ലേ? JIT ഉണ്ട്. അതുപോലെ നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO ഉണ്ട്, LIFO ഉണ്ട്, JIT ഉണ്ട്, JIT ഇൻവെന്ററി മാനേജ്മെന്റ്. ഇപ്പോൾ JIT ഇൻവെന്ററി മാനേജ്മെന്റ് പറ്റുമോ? JIT മെത്തേഡൊക്കെ എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ DSS ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന് പ്രധാനമായിട്ടുള്ള കോമ്പോണൻസ് പറയുന്നത്, ഒന്ന് മോഡൽ മാനേജ്മെന്റ് ആണ്. DSS user model and algorithm to analyze data is generate insights, and model management involve selecting appropriate model configuration and integrating them into system. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ DSS ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തെ കോമ്പണന്റ് കറക്റ്റ് ആയിട്ടുള്ള മോഡൽ അതിന് ഉണ്ടായിരിക്കണം എന്നുള്ള. രണ്ടാമത്തെ ഒരു യൂസർ ഇന്റർഫേസ് ഉണ്ടാകും. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് DSSുമായിട്ട് അതിൻ്റെ യൂസേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇൻപുട്ട് എങ്ങനെയായിരിക്കും, അതിന് സ്പെസിഫിക് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, അതിൽ നിന്ന് റിസൾട്ടിലോട്ട് എങ്ങനെ എത്തുന്നുള്ളതൊക്കെയാണ് എവിടെ വരുന്നത്? DSS ഇന്റർഫേസിലോട്ട് വരുന്നത്. ROLLP അതുപോലെ തന്നെ ഹൈബ്രിഡ് OLAP ഒക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. യൂസർ ഇന്റർഫേസ് ചെക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു നോളജ് ബേസ് ഉണ്ടായിരിക്കും, അഥവാ റൂൾസ്, ഹെക്ടിക്സ്, അതുപോലെ എക്സ്പേർട്ട് നോളജും കാര്യങ്ങളൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് വേണമല്ലേ, അതെവിടെ ഉണ്ടായിരിക്കണം? കൃത്യമായിട്ട് ഈ DSSൽ ഒരു നോളജ് ബേസ് ഉണ്ടായിരിക്കണം. പിന്നെ കൃത്യമല്ല സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി സിസ്റ്റം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? DSSന് ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യും? കറക്റ്റായിട്ടുള്ള ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ കൃത്യമായിട്ട് ഡാറ്റ മാനേജ്മെന്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടായിരിക്കാം, ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള ടൂൾസ്, അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഡാറ്റ മൈനിങ് ടൂൾസ്, വിഷ്വലൈസിങ് ടൂൾസ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, ഇതൊക്കെ എന്തിലുണ്ടായിരിക്കണം? ഈ ഒരു DSSൽ ഉണ്ടായിരിക്കണം. അതൊക്കെ DSSന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് വരുന്ന കാര്യമാണ്. പിന്നെ കൃത്യമായിട്ടുള്ള കൊളാബറേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവും, അവരൊക്കെ കൊളാബ് ചെയ്തണം, അവർക്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എവിടെ ഉറപ്പ് വരുത്തണം? DSSൽ ഉറപ്പ് വരുത്തണം. അതാണ് എന്തെന്ന് പറഞ്ഞത്? DSS എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള DSS സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ DSS ഉണ്ട്, ഫൈനാൻഷ്യൽ DSS ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോളജിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ DSS, ഇൻട്രാക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ടൂൾസ്, അങ്ങനെ അതുപോലെ ഫ്ലോ ചാർട്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള DSS ടൂൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ നിങ്ങൾ.
പിന്നെ DSSന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് നോക്കാം. നിങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള EIS ആണ്, എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതാണ്. അതായത് സ്പെഷ്യലി ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്സും അതുപോലെ തന്നെ ഓർഗനൈസേഷന് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവിന് ആവശ്യമായുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റമാണ് EIS എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആയിട്ട് എന്ത് ചെയ്യുക, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി, സ്ട്രാറ്റജിക് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ ഒപ്റ്റിക്കൽസ് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി ത്രെട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാണ്, അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് EIC റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യലി എന്ത് ചെയ്യാണ്, സ്പെഷ്യലി എന്ത് ചെയ്യുള്ള വെച്ച് ഡിസൈൻ ചെയ്തുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ആർക്ക് വേണ്ടിയിട്ട്, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്യുള്ള ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് EIS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രിൽ ഡൗൺ കേപ്പബിലിറ്റീസ് ആണ്. എന്താ ഡ്രിൽ ഡൗൺ കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the EIS അഥവാ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം offers drill down capability that allows the executive to explore the data in more detailed, അതായത് മുകളിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് ഇത് നോക്കി പോകാൻ പറ്റും. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് താഴത്തോട്ട് എക്സിക്യൂട്ടീവിലോട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് മോർ ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ദേ ക്യാൻ ഡ്രിൽ ഡൗൺ ഫ്രം സമ്മറൈസ് വ്യൂ ടു അണ്ടർലൈൻ ഡാറ്റ. സമ്മറൈസ് വ്യൂ നിന്ന് അണ്ടർലൈൻ ചെയ്ത് ഓരോ സ്പെസിഫൈഡ് ഡാറ്റസ് ആയാലും നമുക്ക് എവിടെ നിന്ന് കിട്ടും, EIS റിപ്പോർട്ടിൽ നിന്ന് കിട്ടും. അതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഫീച്ചർ. പിന്നെ രണ്ടാമത് ഇതിന്റെ യൂസർ ഫ്രണ്ട് ഇന്റർഫേസ് ആണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഏതിനുള്ളത്, ഈ ഒരു EIS മോഡലിനുള്ളത്. സ്പെസിഫിക്കലി നല്ല രീതിയിലുള്ള എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ സുഖമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള DSSനേക്കാളും ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഇതെന്ന് പറഞ്ഞത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ KPIs ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് നോക്കുക, നമ്മുടെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ എവിടെ പോസിബിൾ ആണ്, നമ്മളുടെ ഈ ഒരു EISലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് EIS എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ടീവിനെ കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളുടെ നീഡിനനുസരിച്ച് എന്ത് ചെയ്യേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിക്വയർമെന്റിലൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്, കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം പറഞ്ഞത്. നെക്സ്റ്റ് റിയൽ ടൈമിൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, അതായത് EIS യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിയൽ ടൈം എക്സിക്യൂട്ടീവ്സിന് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അഥവാ ഓപ്പറേഷൻ സിസ്റ്റം, മാർക്കറ്റ് ഡാറ്റ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കോമ്പറ്റേറ്റീവ് ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായി റിയൽ ടൈമിൽ ഇൻഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ടുള്ള ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കാം. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പോയിന്റ്സ് മാത്രം വായിച്ചു നോക്കി പോയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യേണ്ട, അതിന്റെ കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ട. ഡിസഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി വെച്ച് പോവുക എന്നുള്ളത് മാത്രം. സെക്യൂരിറ്റി, ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ ഹൈ മെയിൻ്റെനൻസ് ആൻഡ് അപ്കീപ് കോസ്റ്റ് വരും. ഇതൊക്കെ നമുക്കറിയാം. ഏതൊരു കാര്യത്തിന് എന്ത് ചെയ്യുക, നമ്മൾ വിചാരിക്കും കോസ്റ്റ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഇതൊക്കെ എന്തായാലും നമ്മൾ കോമൺലി എഴുതുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതൊക്കെ തന്നെയാണ് ഏതൊരു കാര്യത്തിനും എന്ത് ചെയ്യുക, കോമൺലി വരുന്ന ഡിസഡ്വാൻറ്റേജസ്. അതുകൊണ്ട് നമുക്കത് റിപ്പീറ്റേഷൻ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നിട്ട് തന്നെ എന്ത് ചെയ്യണം, നോക്കണം. എന്താണ് MIS, എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ എന്താണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് തോന്നുന്നുണ്ട്, ഒരു മിനിറ്റ്. ഇത് എന്തൊക്കെയാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് MISനെ കുറിച്ച്. MIS എന്താണ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ
അതിൻ്റെ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. കഴിഞ്ഞ എക്സാമിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എക്സാമിന് 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഏത് രീതിയിലും വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. MIS മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക്, MIS ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ 5 മാർക്ക്, MIS ഒബ്ജക്റ്റീവ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ 10 മാർക്ക്. ഏത് രീതിയിലും എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അഥവാ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഗാദർ, കളക്ടിങ് ഓർ പ്രോസസ്, സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ ടു സപ്പോർട്ട് ദെയർ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇത്രേ ഉള്ളൂ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. ഇതിലൂടെ എന്ത് ചെയ്യുക, ഡാറ്റ ഗാദർ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ആ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലോട്ട് നമ്മൾ കൈമാറ്റം ചെയ്യുന്നു. അതാണ് MIS എന്ന് പറഞ്ഞത്. ഈ MIS അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യും. എവിടെ നിന്ന്, വേരിയസ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന്, വിത്തിൻ ദ ഓർഗനൈസേഷനിലെ വേരിയസ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസ് കളക്ട് ചെയ്യും. അതായത് സെയിൽസിൽ നിന്ന്, ഇൻവെന്ററി ആൻഡ് ഫിനാൻസ്, ട്രാൻസ്ഫോം ഇൻ ടു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ടു മാനേജർ ക്യാൻ യൂസ്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റും. ആർക്ക് വേണ്ടിയിട്ട്, മാനേജേഴ്സിന് യൂസ് ചെയ്യുക. അതായത് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് MIS എന്ന് പറയുന്നത് അല്ലേ. മാനേജ്മെന്റ് ഇൻഫർമേഷൻസിനെ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് MIS എന്ന് പറയുന്നത് കേട്ടോ. And it provide managers with reports, chart and dashboard that given them a clear overview of organization performance and helping them to monitor key indicators and trends. എന്താണ്, കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ട്സ്, ചാർട്ട്സ്, ഡാഷ്ബോർഡ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിക്കൊണ്ട് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാം, മാനേജേഴ്സിന് ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന തരത്തിലോട്ട് മാറ്റുന്നതാണ് MIS എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ദ MIL ഹെൽപ്സ് ദ മാനേജ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ബൈ പ്രൊവൈഡിങ് ടൈംലി ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ടൈംലി ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MIS ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ആൾസോ ഫെസിലിറ്റേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ബൈ അലോവിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് വർക്ക് ടു ദ മോർ എഫിഷ്യൻ്റ്ലി. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, MIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, MISന്റെ പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എന്താണ്, കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഗാദർ ചെയ്യുക. അതെന്ത് ചെയ്യുക, റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ആർക്ക് കൊടുക്കുക, മാനേജേഴ്സിന് കൊടുക്കുക. ഇതിനു വേണ്ടി ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി. അതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ, ഇറ്റ് അസിസ്റ്റ് ഇൻ ഇംപ്രൂവിംഗ് ഡിസിഷൻ മേക്കിംഗ് ബൈ പ്രൊവൈഡിങ് റെലവെന്റ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻ ഇൻ എ സമ്മറൈസ്ഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ്. ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു കറക്റ്റ് ടൈമിൽ ആർക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോംഡ് ഡിസിഷൻസ്, ടൈംലി ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ് എന്താണ്, It automates routine tasks, reduce manual effort and enhance operation efficiency within the organization. Automate ചെയ്യാണ് റൊട്ടീൻ ടാസ്കുകളൊക്കെ. അതുകൊണ്ട് തന്നെ മാനുവൽ എഫേർട്ട് കുറയ്ക്കുകയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് തേർഡ്, MIS സപ്പോർട്ട് പ്ലാനിംഗ് ആക്ടിവിറ്റീസ് ബൈ പ്രൊവൈഡിംഗ് ഡാറ്റ ആൻഡ് ഇൻസൈറ്റ് ദാറ്റ് ഹെൽപ്സ് ദ മാനേജർ ടു ഡെവലപ്പ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് സെറ്റ് ഓഫ് റിയലിസ്റ്റിക് ഗോൾസ്. എന്താണ്, പ്ലാനിംഗ് ആക്ടിവിറ്റീസിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈമിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനിങ്ങിനൊക്കെ ഹെൽപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിചാരിക്കാം, കൂടുതലായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ്സ് എനേബിൾസ് മാനേജേഴ്സ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ വേരിയസ് ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷൻ ബൈ പ്രൊവൈഡിങ് റിയൽ ടൈം ഇൻഫർമേഷൻ ഓൺ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. KPIസിനെ കുറിച്ച് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം കേട്ടോ. എന്താണ് KPIs എന്നുള്ളത് നമുക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ KPIs എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ആ KPIs വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റാസ് അനലൈസ് ചെയ്യാനും നോക്കാനും വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് MIS promote effective communication by providing a platform for sharing information across the department. ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും MISനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് കൊളാബറേഷനും ടീം മെമ്പേഴ്സിന്റെ കൊളാബറേഷനും കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഇതിന് അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്റ്റ് കറക്റ്റ് നമ്മൾ ടൈമിൽ ഇൻഫർമേഷൻസും കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്, ബെറ്റർ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കറക്റ്റ് പ്ലാനിങ്ങും ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എഫക്റ്റീവ്, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റ് ടൈമിൽ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിമം ആയിട്ട് റിസോഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എഫക്റ്റീവായി റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എന്താ ഡാറ്റ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ MIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് എന്താണ് പറയുന്നത്, എൻഹാൻസ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി. അതായത് MIS ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കൺട്രോൾ ടെക്നിക്കും സെക്യൂരിറ്റി മെഷേഴ്സും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡാറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റയെ സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ പറഞ്ഞത് ടൈമിലി ആൻഡ് ആക്യുറേറ്റ്, കറക്റ്റ് ടൈമിലി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും MIS ഹെൽപ്പ് ചെയ്യും. പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, നമ്മൾ ഓട്ടോമേഷൻ ടാസ്കുകളും കാര്യങ്ങളും ഉണ്ട്. റിപ്പോർട്ടൊക്കെ ഈ പേപ്പർലെസ് അല്ലെങ്കിൽ പേപ്പർലെസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഗാദർ ചെയ്ത് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഫെസിലിറ്റേറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കും. പക്ഷെ ഇത്തരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ ചലഞ്ചസ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് എന്താ ചെയ്യുക എതിർപ്പുകൾ ഉണ്ടാവും, അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ചെലവേറിയതാണ്. ഇതിന്റെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോരുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് അതിൻ്റെ ഒരു ചലഞ്ചായിട്ട് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാല്ലേ. പിന്നെ ഡാറ്റ ക്വാളിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ ഇഷ്യൂസ് ആണ്. ഡാറ്റ ക്വാളിറ്റിയിലും ഇൻറ്റഗ്രേഷൻ ഇഷ്യൂസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി റിസ്ക് ആണ്. നമുക്ക് എത്രയൊക്കെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് കാരണം അതിൻ്റെ റിസ്കുകൾ കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി ഓൺ ടെക്നോളജി. ടെക്നോളജിയിലെ ഡിപ്പെൻഡൻസി ആണ് ഇതിൽ പ്രധാനം വരുന്നത്. ടെക്നോളജിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് MISനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് MIS എന്ന് MISൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്.